ഇന്ത്യൻ ഭരണഘടനയെ വളരെ മോശമായി അധിക്ഷേപിച്ച് അപമാനിച്ച് അവഹേളിച്ച് പത്തനംതിട്ടയിൽ ഒരു CPM-ന്റെ സമ്മേളനത്തിൽ മുൻ മന്ത്രി സജി ചെറിയാൻ പ്രസംഗിച്ചത് ഓർമ്മയില്ലേ? ഗോളടിക്കൂ, ഫുട്ബോൾ സമ്മാനമായി നേടൂ. LED ടിവികൾക്ക് 70% വരെ ഡിസ്കൗണ്ട്. ആഘോഷിക്കൂ ഈ ഫുട്ബോൾ വേൾഡ് കപ്പ് ഗോപുനന്ദിലെ ജിമാർട്ടിനൊപ്പം. തീർച്ചയായിട്ടും അത് ഗുരുതരമായ ചട്ടലംഘനമായിരുന്നു. അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം ഒഴിയേണ്ടി വന്നു. വളരെ വളരെ ഗുരുതരമായ ഒരു വിഷയമായിരുന്നു. പക്ഷേ അതിന് ഇപ്പോൾ ന്യായീകരണവുമായിട്ട് എത്തിയിരിക്കുകയാണ് സജി ചെറിയാൻ. എന്തിനും ഏതിനും CPM-കാർക്ക് ഒരു ന്യായീകരണമുണ്ടല്ലോ. അത്തരത്തിൽ ഒരു ന്യായീകരണവുമായി എത്തുകയാണ് മുൻ മന്ത്രി സജി ചെറിയാൻ. വിവാദമായ ഭരണഘടനാ പ്രസംഗം നടത്തുമ്പോൾ ഒറ്റുകാരൻ തൻ്റെ കൂട്ടത്തിൽ ഉണ്ടെന്ന് അറിഞ്ഞില്ല എന്നാണ് സജി ചെറിയാൻ പറയുന്നത്. അതായത് താൻ പ്രസംഗിച്ചതല്ല കുറ്റം, ഭരണഘടനയ്ക്ക് എതിരെ സംസാരിച്ചതും ഭരണഘടനയെ അവഹേളിച്ചതുമല്ല കുറ്റം, തന്നെ ഒറ്റിയതാണ്, ആ ഒറ്റുകാരൻ തൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു വ്യക്തിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് സജി ചെറിയാൻ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. വെൺമണിയിൽ ഗോവ മുൻ ഗവർണർ PS ശ്രീധരൻപിള്ളയുടെ പുസ്തക പ്രകാശന ചടങ്ങിൽ സംസാരിക്കവെയാണ് അദ്ദേഹം ഇത് പറഞ്ഞത്. നിയമം പഠിച്ചതുകൊണ്ട് എന്താണ് പറയേണ്ടത് എന്നറിയാം. പത്തനംതിട്ട മല്ലപ്പള്ളിയിൽ രാഷ്ട്രീയ യോഗത്തിലാണ് അന്ന് പ്രസംഗിച്ചത്. അവിടെ 10-40 പേരെ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ ഒറ്റുകാരനും അവിടെ ഉണ്ടായിരുന്നു എന്ന് സജി ചെറിയാൻ പറഞ്ഞു. അന്ന് പ്രസംഗിച്ചത് നന്നായി. അതിനുശേഷം പലരും ഭരണഘടനാ പുസ്തകം വാങ്ങി, ചിലർ അത് ഉയർത്തിക്കാട്ടി സത്യപ്രതിജ്ഞ ചെയ്തു. മറ്റാരെക്കാളും ഭരണഘടനയെ താൻ ഇഷ്ടപ്പെടുന്നു എന്നും അദ്ദേഹം ഇപ്പോൾ മറുകണ്ഠം ചാടിയിരിക്കുകയാണ്. ഭരണഘടനയിൽ ഊന്നി വേണം ജനാധിപത്യ മതേതര സംവിധാനത്തെ നിലനിർത്താൻ. അതിന് ശോഷണം വരരുത്. അത് വരാതിരിക്കാൻ അഭിപ്രായം പറയും. നാടൻ ഭാഷയിൽ വർത്തമാനം പറയുന്നത് സാഹിത്യം അറിയാത്തത് കൊണ്ടാണ്. താൻ സൈദ്ധാന്തികനല്ല എന്നും സജി ചെറിയാൻ പറയുന്നു. എല്ലാത്തിനും ഒരു ന്യായീകരണം ഉണ്ട് ഈ CPM പ്രവർത്തകർക്കും നേതാക്കൾക്കുമൊക്കെ. ഭരണഘടനയെ കൊള്ളക്കാരുടെ പുസ്തകമെന്നും കൊള്ളത്തലവന്മാരുടെ പുസ്തകമെന്നും മറ്റും അവഹേളിച്ച് അപമാനിച്ച് ഇന്ത്യൻ ഭരണഘടനയെ കാർക്കിച്ചു തുപ്പുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുചെന്ന് എത്തിച്ചത് വലിയ വിവാദമായിരുന്നു. അതിനുശേഷം അദ്ദേഹത്തിന് രാഷ്ട്രീയമായി പലതരത്തിൽ തിരിച്ചടികൾ ഉണ്ടായി. ഈ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു എന്നാൽ പോലും വളരെ ശക്തമായ രാഷ്ട്രീയ തിരിച്ചടിയാണ് CPM-ന് ഉണ്ടായത്. അതിന് ഒരു കാരണമായി വേണമെങ്കിൽ ഇതും ചൂണ്ടിക്കാട്ടാവുന്നതേ ഉള്ളൂ, ഈ ഭരണഘടനയെ അവഹേളിച്ചത്. എന്നിട്ട് കൂട്ടത്തിൽ ഒറ്റുകാരനുണ്ടായിരുന്നു എന്ന് കൂട്ടത്തിൽ ഉള്ള ഒരാളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അയാളെ പേരെടുത്ത് പറയാതെ അയാളുടെ തലയിൽ എല്ലാം ചാരി വെച്ചുകൊണ്ടാണ് സജി ചെറിയാൻ വെൺമണിയിൽ ഇപ്പോൾ പ്രസംഗിച്ചിരിക്കുന്നത്. ഇത് എന്ത് രാഷ്ട്രീയമാണ് എന്ന് മനസ്സിലാകുന്നില്ല. ജനങ്ങളുമായി ചേർന്ന് നിൽക്കുന്ന, ഇന്ത്യൻ ഭരണഘടനയെ അംഗീകരിക്കുന്ന, ഇന്ത്യൻ ജനാധിപത്യ സംവിധാനത്തെ അംഗീകരിക്കുന്ന പൊതുപ്രവർത്തനമാണ് എല്ലാവരും നടത്തേണ്ടത്. അത് മന്ത്രിയായാലും ശരി, മുൻമന്ത്രിയായാലും ശരി, ആരായാലും ശരി. അതിനെയൊക്കെ ചവിട്ടി മെതിച്ചിട്ട് അവഹേളിച്ചിട്ട് വായിൽ തോന്നിയത് കോതയ്ക്കപ്പാട്ട് എന്ന് പറഞ്ഞ് പിണറായി വിജയൻ്റെ ഭാഷയിൽ വിളിച്ചു പറഞ്ഞിട്ട് ഇത്തരത്തിൽ അതിനെ എങ്ങും തൊടാതെ ന്യായീകരിക്കുന്ന, അല്ലെങ്കിൽ അതിന് ന്യായവാദം വിളമ്പുന്ന ഈ രീതി ഒരിക്കലും പൊതുപ്രവർത്തകർക്ക് ചേർന്നതല്ല എന്ന് തന്നെയാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ സാധാരണ ജനങ്ങൾക്ക് തോന്നുന്നത്.